അപ്പം നമ്മൾക്ക് ഈശ്വര ദർശനം കർമ്മമാർഗം. നമ്മൾ നല്ലവണ്ണം കർമ്മയോഗികളാവണം, നല്ലവണ്ണം പ്രവർത്തിക്കണം. ധർമ്മമാണ് നമ്മുടെ കർമ്മം. അതാണ് ധർമ്മത്തിൽ ജീവിക്കൂ. ധർമ്മത്തിൽ ജീവിക്കുമെന്ന് പറഞ്ഞാൽ അവനവൻ്റെ കർമ്മത്തിൽ ഉറച്ചിരിക്കൂ എന്നാണ്. അവനവൻ്റെ കർമ്മത്തിൽ ഉറച്ചിരിക്കൂ, അതാണ് ധർമ്മം. ആ കർമ്മത്തിൽ ഉറച്ചിരുന്നു കൊണ്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ നേടും. അതുകൊണ്ട് ദാനം ചെയ്യൂ. ദാനധർമ്മം എന്ന് പറയുന്നില്ലേ, അതുകൊണ്ട് ദാനം ചെയ്യൂ. എന്തെങ്കിലുമൊക്കെ നമ്മൾ നേടുമ്പോൾ അതുകൊണ്ട് 4 പേർക്ക് സമാധാനം കൊടുക്കുന്ന പ്രകാരം എന്തെങ്കിലുമൊക്കെ ചെയ്യൂ. ആ കർമ്മത്തിൽ നമ്മൾ ഉറച്ചിരിക്കണം. അതാണ് നമ്മുടെ യഥാർത്ഥ ധർമ്മം. ആ ധർമ്മത്തിൽ നമ്മൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ധാരാളം ദാനങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്കുണ്ടാവും. ദാനം എന്തിനുള്ളതാ? മോക്ഷത്തിനുള്ളതാ. അത് മോക്ഷത്തിനുള്ളതാണ്. നമ്മളിപ്പോൾ രാമേശ്വരത്തൊക്കെ പോയാൽ തർപ്പണം നടത്തിയാലും ദാനം ചെയ്യണം. അവിടെ അന്നദാനം ഗോദാനമൊക്കെ ചെയ്യും. എന്തിനാണെന്നറിയോ? മരണപ്പെട്ടു പോയവർക്ക് ഗതി കിട്ടാൻ. മരണപ്പെട്ടു പോയവർക്ക് മാത്രമല്ല, നമ്മൾക്കും ഗതി കിട്ടാൻ. അപ്പം നമ്മൾ ധർമ്മങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കണം. ഇപ്പോൾ ഒരു അമ്പലത്തിൽ പോയാലും നമ്മൾ എന്തിനാണ് ദാനം ചെയ്യുന്നത്? അവിടെ ഒരു ഭണ്ഡാരം വെച്ചിട്ടുണ്ടല്ലോ. ഭണ്ഡാരത്തിൽ എന്തിനാണ് നമ്മൾ ചാർത്തുന്നത്? ആ ഭഗവാനെ പ്രാപിക്കാനും പാപങ്ങളെ അതിജീവിക്കാനുമാണ്. പാപങ്ങളെ അതിജീവിക്കണം, ഭഗവാനെ പ്രാപിക്കണം. അതിനാണ് നമ്മൾ ദാനം ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലുള്ള ദാനാദി കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ഇപ്പോൾ നമ്മൾ മയിലാടുകുന്നും വന്നു, ഇവിടെയും നമ്മൾ ധാരാളം ദാനം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭക്തജനങ്ങൾ നടത്തുന്ന ദാനം കൊണ്ടാണ് ഇവിടെ ധാരാളം അന്നദാനം നടക്കുന്നതെന്നും. ദിവസേന 3 നേരം അന്നദാനം നടക്കുന്നുണ്ട്. അത് ഭക്തജനങ്ങൾ നടത്തുന്ന ദാനം കൊണ്ടാണ് ഇവിടെ നടക്കുന്ന ദാനങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ നമ്മുടെ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുക. ആ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കലാണ് നമ്മുടെ കർമ്മത്തിൻ്റെ വിജയം. ആ കർമ്മത്തിൻ്റെ വിജയമാണ് നല്ല അനുഭവങ്ങളിലേക്ക് വർധനവിന് കാരണമാവുന്നത്. അപ്പം നല്ല അനുഭവങ്ങളൊക്കെ വർദ്ധിക്കാൻ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും നല്ലോണം പ്രയത്നിക്കണം. പിന്നെ ജീവിതത്തിൽ 2-3 കാര്യങ്ങളെ നമ്മൾ മാറ്റി നിർത്തണം. ഒന്ന്, നമുക്ക് ആത്മവിശ്വാസമില്ലായ്മ. അത് നമ്മുടെ ജീവിതത്തിനെ വല്ലാണ്ട് തളർത്തും. നമുക്ക് നല്ല ആത്മവിശ്വാസം വേണം. പലപ്പോഴും നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നമ്മൾ പല അവസ്ഥയിലും തോറ്റുപോകുന്നത്. നമ്മുടെ ആത്മവിശ്വാസം തന്നെയാണ് നമ്മുടെ ആദ്യത്തെ ഈശ്വരൻ. അതിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. ആത്മവിശ്വാസം നഷ്ടപ്പെടുക, അത് നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയമാണ്. പിന്നെ ആത്മധൈര്യം നഷ്ടപ്പെടുക, അതും നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയമാണ്. പിന്നെ കർമ്മബോധമില്ലായ്മ, അത് നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയമാണ്. അത് ആത്മവിശ്വാസത്തോടു കൂടി, ആത്മധൈര്യത്തോടു കൂടി, കർമ്മബോധത്തോടു കൂടി നമ്മൾ ജീവിച്ചാൽ നമ്മളെവിടെയും തോൽക്കില്ല.